ഹലോ ഗൈസ്, എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കടലപ്പരിപ്പാണ് കേട്ടോ. ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണിത്. 2-3 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കോഴിമുട്ടയുടെ ആവശ്യമുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 എണ്ണം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ്, 5 കോഴിമുട്ട, 5 സ്പൂൺ പഞ്ചസാര, 5 സ്പൂൺ പാൽപ്പൊടി, കുറച്ച് പാല്, എല്ലാം കൂടെ നല്ലോണം അടിച്ചെടുക്കാം. ഇനി നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ആ നെയ്യ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മേളിൽ വറുത്ത അണ്ടിപ്പരിപ്പ് വതറിയപ്പോൾ എല്ലാം താഴ്ന്നു പോയി. പേടിക്കേണ്ട, വഴിയുണ്ട്. ഇനി ഓവനിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് പുറത്തെടുത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് മേളിൽ ഇതുപോലെ വതറി കൊടുത്തു കേട്ടോ. നോക്കി, ഇതിപ്പോൾ താഴ്ന്നു പോകുന്നില്ലല്ലോ. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഓവനിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട. നമ്മുടെ ചപ്പാത്തി കല്ലിന്റെ മേലെ പാൻ എന്തെങ്കിലും വെച്ചിട്ട് ആ പാനിൽ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല കിട്ടിലൻ കേക്ക് എന്നൊക്കെ പറയാം അല്ലേ. നല്ല സെറ്റ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാധനം. കടലപ്പരിപ്പ് കൊണ്ട് ഇത്രയും കിടിലൻ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.